വനം നിയമ ഭേദഗതിക്കെതിരെ മാർച്ച് നടത്തുന്ന നിലമ്പൂർ എംഎൽഎ പി.വി. അൻവർ മലയോര മേഖലയിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി. കരിമ്പുഴ വന്യജീവി സങ്കേതം കൊണ്ടുവന്ന് മലയോര കർഷകരെ ദ്രോഹിച്ചത് പി.വി. അൻവർ എംഎൽഎയാണെന്നും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മെഹബൂബ് ആരോപിച്ചു. മലയോര കർഷകർ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുമെന്നതിനാൽ കരിമ്പുഴ വന്യജീവി സങ്കേതം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് ബിനോയ് വിശ്വം വനമന്ത്രിയായിരിക്കെ പരസ്യമായി പ്രഖ്യാപിച്ച നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ തടഞ്ഞ കരിമ്പുഴ വന്യജീവി സങ്കേതം കൊണ്ടുവന്ന മലയോര കർഷകരെ ദ്രോഹിച്ചത് പി.വി. അൻവർ എംഎൽഎയാണെന്നും മെഹബൂബ് പറഞ്ഞു. കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ പ്രശ്നങ്ങളിലൊന്നും കാര്യമായ ഇടപെടലുകൾ നടത്താതെ സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടി ഭാഗമായി നിന്നിട്ടുള്ള ശ്രീ പി.വി. അൻവർ എംഎൽഎ ഇപ്പോൾ നടത്തുവാൻ പോകുന്ന ഈ സമരം അദ്ദേഹം അത് നടത്തുന്നതിന് മുമ്പ് നിലമ്പൂരിലെ കർഷകരോടും സാധാരണക്കാരായിട്ടുള്ള വനമേഖലയിൽ താമസിക്കുന്ന ആളുകളോടും മാപ്പ് പറഞ്ഞതിന് ശേഷം നടത്തണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്. വനനിയമ ഭേദഗതിക്കെതിരെയും വന്യമൃഗ ആക്രമണങ്ങളിൽ നടപടിയെടുക്കാത്തതിനുമെതിരെ കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കും. 5 മുതൽ 10 വരെ നിലമ്പൂർ മേഖലയിലെ വഴിക്കടവ്, എടക്കര, മൂത്തേടം, പോത്തുകല്ല്, ചുങ്കത്ര, കരുളായി, അമരമ്പലം, ചാലിയാർ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കർഷക സദസ്സുകൾ നടത്തും. ജനുവരി അവസാന വാരത്തിൽ നടത്തുന്ന ഡിഎഫ്ഒ ഓഫീസിലേക്കുള്ള ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥം 15, 16 തീയതികളിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലുളി മെഹബൂബ്, എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലുടനീളം വാഹന പ്രചരണ ജാഥ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. വന്യമൃഗ ശല്യത്തിനുമെതിരെ നിലമ്പൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റി, 2 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും ചാലിയാർ പഞ്ചായത്തുമൊക്കെ ഉൾപ്പെടുന്ന നിലമ്പൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ജനുവരി മാസം 3-ാം വാരത്തിൽ വഴിക്കടവിൽ നിന്നും നിലമ്പൂരിലേക്ക് ഡിഎഫ്ഒ ഓഫീസിലേക്ക് കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ലോങ് മാർച്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ പ്രത്യേകിച്ചും വനവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന മലയോര മേഖലയിൽ അനുദിനം വന്യമൃഗശല്യം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ മന്ത്രിസഭ അംഗീകരിച്ച് നിയമം പാസാക്കിയെടുക്കാൻ പോകുന്ന 1961 വനനിയമം ഭേദഗതി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലമ്പൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. നിലമ്പൂരിലെ ഏറ്റവും കൂടുതൽ പ്രയാസമനുഭവിക്കുന്ന വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല് തുടങ്ങി നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ചാലിയാർ പഞ്ചായത്തിലെ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനുവരി മാസം 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ വിപുലമായിട്ടുള്ള കർഷക കൂട്ടായ്മ വിളിച്ചു ചേർക്കും. ജനുവരി മാസം 3-ാം വാരത്തിൽ നടക്കുന്ന ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രചരണാർത്ഥം നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ നേതൃത്വം കൊടുക്കുന്ന വഴിക്കടവിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള, അതുപോലെ തന്നെ അസംബ്ലി നിയോജകമണ്ഡലത്തിലെയും ചാലിയാർ പഞ്ചായത്തിലെയും വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹന പ്രചരണ ജാഥ നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന ജില്ലാ നേതാക്കൾ മാർച്ചിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.